ഇപ്പം മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോംബോ ഒന്നിച്ച് അന്ന് ഇങ്ങനെ ഏത് ഊർജത്തിൽ തുടങ്ങിയോ ആ ഊർജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്ററായെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയില്ല. ഒന്നെങ്കിൽ കട്ടയ്ക്ക് പിടിച്ച് ഞാൻ അന്നുണ്ടാക്കിയതാണെന്നല്ല, എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും. ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞത്. ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റില്ല. സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടം ഉണ്ടല്ലോ, അഭിനീത് ചെയ്ത പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, അവനായിട്ട് കാണാൻ ഒരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ കിലുങ്ങും കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ വിട്ടുകൊടുക്കില്ലേ? കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രഡക്ഷൻ സോങ്. അത് നിങ്ങൾ സ്ക്രീനിൽ ഒരു കാര്യം ഞാൻ പറയണേ, പല ഇന്റർവ്യൂവിലും ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ദിലീപിനെ നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നമുക്ക്. കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂസല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് പറഞ്ഞ ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പം എന്തായാലും നമുക്ക് പവിയിലേക്ക് വരാം. നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പം എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കെയർടേക്കറിന് അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക. പവി കെയർടേക്കറിന് അടുത്ത വോട്ടും കൊടുക്കുക. താങ്ക് യു. അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒപ്പമോ അതിനേക്കാളും കൂടുതലോ പ്രേക്ഷകരുള്ളിൽ കയറുന്നതാണ്. ഇപ്പം പാട്ടുകളിയാണ് CD മൂസ, കാരിസ്ഥൻ, പഞ്ചാബി വ്യവസ്ഥ, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിനെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. ഇതില് ജോണിച്ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ത്രോഡ് നിൽക്കുന്നതാണോ അതോ എന്താണ് അതിന്റെ? ആദ്യമേ ദിലീപിനോട് പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ നിൽക്കുന്നത്, ഒരു വഴിക്ക് ഒരു നില കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കൺട്രോളായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. പടം കണ്ടാൽ മനസ്സിലാവും. വളരെ അത് പിന്നെ തന്നെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ടാണ്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായവരായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത്. ജോലി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയണേ. കേൾക്കൂ. അപ്പൊ ഞാൻ പറയാം ദിലീപ് സെക്യൂരിറ്റി അല്ല, ദിലീപ് കെയർടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്തതാണ്. ഞാൻ പറഞ്ഞ രാത്രി പകലെനിക്ക് ജങ്കാറ് കെട്ടി പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ദിലീപിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ച് ഓരോ സിനിമകൾ സംവിധാനം ചെയ്തു, ഇപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുണ്ടായിട്ടുണ്ടെന്നുള്ളത് അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നാളെ ചിലപ്പോൾ എന്നെക്കുറിച്ചും അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കെയർടേക്കറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ന്യൂസ് കഴിയുമ്പോൾ
സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടം ഉണ്ടല്ലോ, അഭിനീത് ചെയ്ത പടം കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ഫാമിലിയായിട്ട് കാണാത്ത ഒരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ലേ ഇത് കാരണം നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി. വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാ. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CID മൂസയിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറൊരു ഫ്ലാറ്റിലെടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. അത് മനഃപൂർവ്വം സംസാരിച്ച് കുറെ കാലമായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ തുടങ്ങുന്നതല്ലല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എൻ്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ എല്ലാവരും കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യുക. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റർ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ടൊക്കെ അല്ലേ? ഞാൻ ആരാണെന്നോ? ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ. അതെ അതെ, 100%. അത് കേറുന്നാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്. ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ആളാണ് ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ. കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തമാശ ഞാനും രാജേഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാജേഷ് പൊതുവേ ഭയങ്കര മുരടനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊടിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പം ഇതിപ്പം 5 വർഷമായി. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം, അപ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനകത്ത് നിന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ എന്ന് വിചാരിച്ച് ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന ഇപ്പൊ CID മൂസ പോലുള്ളൊരു സിനിമയൊന്നും അല്ല. ഒരു വളരെ രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകാവുന്ന, കാരണം പവിയുടെ ചില പവിത്രൻ്റെതായിട്ടുള്ള ചില ഷാട്ടിങ്ങളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രണയം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദമുണ്ട്. അപ്പം അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ, അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പം നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്നിലെ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരേണ്ടത്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത്. അല്ലാതെ ഓരോന്ന് ഇനി അടുത്തത് മാറിപ്പിടിക്കണം അങ്ങനെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2ാമത് കമ്മിറ്റ് ചെയ്യുന്ന പടമാണിത് ചേട്ടനുമായിട്ട്.
പക്ഷെ സംഭവിച്ചത് ഡിയർ ഫ്രണ്ട് ആണ്. കാരണം അതിനിടയിൽ കോവിഡ് വന്നപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ദിലീപേട്ടൻ ചോദിച്ചു, നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ OTT വേണ്ടിയിട്ട് ചെയ്യാം, പക്ഷെ ഇത് OTT സിനിമയല്ല വിനീത്. അപ്പോൾ വിനീതിന് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ ആളുകൾ അത് എൻജോയ് ചെയ്ത് കാണണം, ഒരു മാസ് ക്രൗഡിന് എൻജോയ് ആവുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് നമ്മൾ എൻ്റെ 3ാമത്തെ സിനിമയായിട്ട് ഇത് മാറുന്നത്. ആ കോവിഡ് ടൈമിലാണ് ഞാൻ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ളൊരു തമാശയാണ്, അല്ലാതെ ഞാൻ നിർബന്ധപൂർവ്വം